അസ്സലാമു അലൈക്കും. 2025 നിന്ന് 2026 നാം കടക്കാൻ പോവുകയാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ചോർത്ത് അള്ളാഹുവിലേക്ക് സ്തുതിക്കുക, മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയുക. എന്തോരം ബറക്കത്തുകളാണ് അല്ലാഹു തആല നമുക്ക് നൽകിയത്. ഇനിയും നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതിനെല്ലാം 2026 അല്ലാഹു തആല ഉത്തരം നൽകുമാറാകട്ടെ. ആമീൻ. ഞാനൊരു പണ്ഡിതനോ ഗുരുക്കനോ ഒന്നുമല്ല. എന്നിലുള്ള അറിവുകൾ ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. എനിക്കെൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന അറിവുകളും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓതിയിട്ട് ഫലമുള്ള അറിവുകളുമാണ് ഈ ചാനലിലൂടെ നിങ്ങളിലൂടെ എത്തിക്കുന്നത്. 2026 നാം ഒരു ദൃഢനിശ്ചയമെടുക്കണം. കൃത്യസമയത്ത് കൃത്യതയോടുകൂടി 5 വഖത്ത് നമസ്കാരം നാം നമസ്കരിച്ചിരിക്കുമെന്നൊരു ദൃഢനിശ്ചയം എടുത്തിരിക്കണം. പലരും നമസ്കരിക്കുന്നുണ്ട്, എന്നാൽ കൃത്യമായി നമസ്കരിക്കുന്നില്ല. ഒരുപാട് നമസ്കാരങ്ങൾക്ക് അല്ലാഹ് ആക്കപ്പെടുന്നവരുണ്ട്. ഈ 2026 തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ എല്ലാവരും ഒരു ദൃഢമായ ഒരു ചലഞ്ച് പോലെ ഏറ്റെടുക്കണം. ഞങ്ങൾക്ക് ഇത്രയും വലിയ നിഅമത്ത് നൽകിയ അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചിരിക്കുന്നതാണ് 5 വഖത്ത് നമസ്കാരം. അത് കൃത്യതയോടുകൂടി നമസ്കരിച്ചിരിക്കും എന്നൊരു ചലഞ്ച് നാം ഓരോരുത്തരും ഏറ്റെടുത്ത് കൃത്യതയോടുകൂടി തന്നെ നമസ്കരിക്കാൻ ശ്രമിക്കുക. സുബഹി നമസ്കരിക്കാൻ എഴുന്നേൽക്കാനാണ് മിക്കവർക്കും പാട്. കഴിയുമെങ്കിൽ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുൻപ് ഉണരാൻ ശ്രമിക്കുക. സുബഹിക്ക് മുമ്പ് തഹജ്ജുദ് നമസ്കാരം നിർവഹിച്ച് സുബഹി ബാങ്കിന് കാത്തിരിക്കുന്ന ആ ഒരു സമയത്ത് വല്ലാത്തൊരു പോസിറ്റിവിറ്റി നമുക്ക് ലഭിക്കും, വല്ലാത്തൊരു റിലാക്സേഷൻ നമുക്ക് കിട്ടുന്നതാണ്. തഹജ്ജുദ് നമസ്കരിച്ച് അള്ളാഹുവിനോട് തേടിയവർക്കെല്ലാം ഒരുപാട് ആഗ്രഹങ്ങൾ അല്ലാഹു തആല സഫലീകരിച്ചു കൊടുത്തിട്ടുള്ള സമയമാണത്. കഴിയുന്നതും സുബഹിക്ക് മുന്നേ എഴുന്നേൽക്കാൻ ശ്രമിക്കുക, തഹജ്ജുദ് നിർവഹിക്കുക. ഇന്നത്തെ തലമുറ ഉറക്കത്തിന് കൃത്യമായ ഒരു രീതി ഇല്ലാത്തവരാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ തലമുറ ഒരുപാട് രോഗത്തിന് അടിമപ്പെട്ടു പോയിരിക്കുന്നത്. കുറഞ്ഞത് 8 മണിക്കൂർ 7 to 8 hours ഉറങ്ങാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഉറക്കം എന്നത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. നമ്മുടെ ഉറക്കം ശരിയാകുമ്പോൾ തന്നെ നമ്മുടെ പല ആക്ടിവിറ്റികളും കറക്റ്റ് ആവുന്നതാണ്. കൃത്യസമയത്ത് ഉറങ്ങാനും 5 മണിക്ക് മുൻപേ ആയിട്ട്, കുറഞ്ഞത് 5 മണിക്ക് മുൻപേ ആയിട്ട് ഉണരാനും ശ്രമിക്കുക. ദിവസവും 7-8 ഗ്ലാസ് വെള്ളം മാക്സിമം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. കുറഞ്ഞത് 7-8 ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം. അതും നിങ്ങളൊരു ചലഞ്ചായി തന്നെ കാണുക. ഇത് കൂടുതലും ഉപയോഗപ്പെടുന്ന തരം വീഡിയോകൾ പുതുതലമുറയ്ക്കാണ്. പുതുതലമുറ വെള്ളം കുടിക്കുന്നതിലും പുറകിലോട്ടാണ്. ഉറക്കം, അവരുടെ പല ചിട്ടയായ ശീലങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് വെള്ളം കുടിക്കുക. കഴിയുന്നതും രാവിലെ ഉണർന്നയുടനെ ചൂടുവെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ചൂടുവെള്ളം കുടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ആരോഗ്യത്തിനും ഡൈജഷനും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുക. ഇനി റജബ് മാസമാണ്, അത് കഴിഞ്ഞ് ശഅബാൻ, പിന്നെ റമദാനിലേക്ക് നാം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വൃത്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും വൃത്തിയായി സൂക്ഷിക്കുക. കഴിയുന്നതും എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കിടക്ക വിരിക്കാൻ ശ്രമിക്കുക. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ഈ വീഡിയോ ശ്രവിക്കുന്ന ആരായാലും അവരവർ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ ഇതുവരെ ശീലിച്ചിട്ടില്ലെങ്കിൽ പുതുവർഷം മുതലെങ്കിലും തുടങ്ങാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളൊരു ചലഞ്ചായിട്ട് ഞാൻ ചെയ്തിരിക്കും. ഒരു വർഷം മുഴുവൻ എന്നതിലുപരി നാം ഒരു 7 ദിവസം ഒരു റുട്ടീൻ വെക്കുക. ആ 7 ദിവസം ആ റുട്ടീൻ ചെയ്യാൻ പറ്റിയ വീണ്ടും ഒരു 7 ദിവസം, അങ്ങനെ പിന്നെ നമ്മുടെ ലൈഫ് ലോങ് ഇതൊക്കെ ഒരു ഹാബിറ്റാക്കി മാറ്റുക. കഴിയുന്നതും ദിവസവും അറ്റ്ലീസ്റ്റ് 1 പേജ് വീതമെങ്കിലും ഖുർആൻ ഓതുക. കുറഞ്ഞത് 1 പേജ് വീതമെങ്കിലും. നമുക്ക് വേണമെങ്കിൽ
ഒരു ദിവസം ഒരു സൂറത്ത് വെച്ച് ഓതാം, 2 സൂറത്ത് വെച്ച് ഓതാം, ഒരു ജുസ്അ വെച്ച് ഓതാം. അത് ഓരോരുത്തരുടെ സമയം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. കുറഞ്ഞത് ഒരു പേജെങ്കിലും ഓതാൻ ശ്രമിക്കുക. സൂറത്തുൽ വാഖിയ, സൂറത്തുൽ യാസീൻ, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ ദുഹ, ഇത്തരത്തിലുള്ള ദുആകൾ ദിവസവും പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ദിവസവും 101 തവണ വീതമെങ്കിലും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. കുറഞ്ഞത് 101 തവണയെങ്കിലും. എത്ര വേണോ നമുക്ക് ചെയ്യാം. കുറഞ്ഞത് 101 തവണ വീതമെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. കഴിയുന്നത്രയും സ്വലാത്തുകൾ ചൊല്ലാൻ ശ്രമിക്കുക. സ്വലാത്താണ് എല്ലാത്തിനും പരിഹാരമാകുന്ന ഒന്നാണ്. അതുകൊണ്ട് കഴിയുന്നത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. സ്ക്രീൻ ടൈം കുറയ്ക്കുക. നാം ഓരോ ദിവസം കഴിയുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ആലോചിച്ച് നോക്കുക, ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തു, ഞാൻ അള്ളാഹുവിന് വേണ്ടി ഞാൻ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തു, ഞാൻ എന്തൊക്കെ ഇബാദത്തുകൾ ചെയ്തു എന്ന് ചിന്തിക്കുമ്പോൾ ആവശ്യമില്ലാതെ മൊബൈൽ ഫോണിലും മറ്റും ചിലവാക്കിയ സമയം മാത്രമേ ഒരു ദിവസം ഉള്ളൂ എന്ന് ഓർക്കുമ്പോൾ റിഗ്രറ്റ് അടിക്കേണ്ടി വരും. അതുകൊണ്ട് ആവശ്യമില്ലാതെ സ്ക്രീൻ ടൈമുകൾ ഒഴിവാക്കുക. കൂടുതലും ഓരോ ദിവസവും പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഒരു പുതിയ വർഷം നന്നാക്കാൻ എല്ലാവരും ശ്രമിക്കുക. നല്ലൊരു വർഷം അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ആമീൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നവരാണെങ്കിൽ ചെയ്യുന്ന കാര്യം അതുപോലെ നിലനിർത്തി കുറച്ചുകൂടി ആഡ് ചെയ്യുക, കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹു തന്ന ജീവിതം എത്ര കാലമാണ് നാം ഈ ദുനിയാവിലുള്ളത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് പറ്റുന്നത്രയും ദുആകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ, ഖുർആൻ പാരായണങ്ങളെല്ലാം നാം ചെയ്യുക. നമസ്കാരത്തെ ഒരിക്കലും മാറ്റി നിർത്താത്ത ഒരു പുതിയ ഇതായിക്കോട്ടെ നമുക്ക് എല്ലാവർക്കും. ഒരാൾ പോലും നമസ്കാരത്തെ മാറ്റി നിർത്തരുത്. ഒരു കാരണം പറഞ്ഞും നമസ്കാരത്തെ മാറ്റി നിർത്തരുത്. ഒരുപാട് പേര് നിരവധി പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പുതിയ വർഷം എല്ലാം അല്ലാഹു തആല നൽകുമെന്ന ശുഭപ്രതീക്ഷയിലായിരിക്കും എല്ലാവരും. മാക്സിമം അല്ലാഹു തആലയോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ രക്ഷിതാവ് അവനാണ്, നമ്മുടെ ഗാർഡിയൻ അവനാണ്, നമ്മുടെ പടപ്പവനാണ്. അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. എൻ്റെ റബ്ബ് എനിക്ക് തരും എന്ന വിശ്വാസത്തിൽ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാം നടക്കും. സുബഹി ഒരു കാരണവശാലും ഒഴിവാക്കരുത്. സുബഹി നമസ്കരിക്കാത്തവരുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കുന്നതല്ല. സുബഹിയാണ് എല്ലാത്തിൻ്റെയും അടിത്തറ. സുബഹി നമസ്കരിക്കാതെ ഉറങ്ങരുത്. സുബഹി നമസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം. പറഞ്ഞു പോയതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം. അസ്സലാമു അലൈക്കും.